ചില പിതാക്കൾ ചോദിക്കുകയാണ്, അവർ പലപ്പോഴും മക്കളാൽ അവഗണിക്കപ്പെടുന്നു. കൂടുതൽ പരിഗണന ലഭിക്കുന്നത് ഉമ്മമാർക്കാണ്. എന്നാൽ അവർ ആശ്വസിക്കുന്നത് ഇസ്ലാം അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്, ഉമ്മാക്ക് 3 മടങ്ങ് ഉപ്പക്ക് നൽകുന്നതിനേക്കാൾ പരിഗണന നൽകണം എന്നാണല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 4ാമത്തെ പരിഗണനയാണല്ലോ പിതാവിനുള്ളത്. അതുകൊണ്ടായിരിക്കാം മക്കൾ അങ്ങനെ, അല്ലെങ്കിൽ മക്കൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം അതാണോ പഠിപ്പിക്കുന്നത്? ഉപ്പയുടെ പരിഗണന വളരെ താഴെയാണോ? എന്താണ് വിഷയം? ഇതിലൊരു വ്യക്തത ചോദിച്ച സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംസാരം ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ, ഒരിക്കലും തന്നെ ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ആ നിലക്കുള്ള ഒരു വേർതിരിവ് ഉപ്പാക്കും ഉമ്മാക്കുമിടയിൽ നടത്തുന്നില്ല. മറിച്ച് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവരോട് ഏറ്റവും നന്നായി വർത്തിക്കണം എന്ന് 2 പേരെയും ചേർത്തുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഹദീസിൽ വന്ന ഉമ്മുക്ക സുമ്മ ഉമ്മുക്ക സുമ്മ ഉമ്മുക്ക എന്ന് 3 തവണ ഉമ്മയെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? അതെന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റ് ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബത്തി, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? ഇവിടെ ഏറ്റവും നന്നായി പെരുമാറുക, അതിൻ്റെ വ്യാഖ്യാനമായി ഉലമാക്കൾ പറഞ്ഞത് ഔലൻ നാസി ബി മഅറൂഫി, എൻ്റെ നന്മകൾ, വബിരി, ഞാൻ പുണ്യം ചെയ്തു കൊടുക്കേണ്ടത്, വ മുസാഹബത്തി, അതേപോലെ തന്നെ ഞാൻ ഇടപഴകേണ്ടത്, ഈ വിഷയത്തിൽ എൻ്റെ ഏറ്റവും നല്ല പെരുമാറ്റം, എൻ്റെ ഏറ്റവും നല്ല ഇടപഴകൽ, ഇതിനൊക്കെ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തിത്വം ആരാണ്? അൽ മഖറൂന ബിലീനിൽ ജാനിബി വതീബിൽ ഖുലുഖി വഹുസ്നിൽ മുആശറ, സൗമ്യമായി മാന്യമായി ഏറ്റവും നല്ല പെരുമാറ്റത്തോടുകൂടി ഞാൻ പെരുമാറേണ്ടത്, ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത്, ഏറ്റവും ലാളിത്യവും വിനയവും താഴ്മയൊക്കെ കാണിക്കേണ്ടത്, അതിന് ഏറ്റവും അർഹതപ്പെട്ടത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയെ 3 തവണ ആവർത്തിച്ചു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി ഉമ്മുക്ക, നിൻ്റെ ഉമ്മയാണ്. പിന്നെ ആരെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ആ ഉമ്മയെ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കുകയാണ്. കാരണം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശൈലി, ഹദീസുകളിൽ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1, 2, 3 തവണ, ചിലപ്പോൾ 3 തവണ അത് ആവർത്തിക്കുമെന്നാണ്. എന്തിനാണത്? വിഷയത്തിൻ്റെ ഗൗരവം കാണിക്കാനാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത്, ഉദാഹരണത്തിന് സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹു വസിയത്ത് നൽകുന്നു. അവിടെ ഉമ്മയെയും ഉപ്പയെയും ഒരുമിച്ചാണ് പറഞ്ഞത്. ശേഷം ഉമ്മയെ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണത്? ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവദഅതുഹു കുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹറ, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്, അവനെ പ്രസവിച്ചത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്, പിന്നീട് ആ കുട്ടിയുടെ മുലകുടിപ്രായം, ആ മുല കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ പോറ്റി വളർത്തിയതും ഉമ്മയാണ്. അവിടെ ഉമ്മയുടെ ത്യാഗം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം ഈ 3 വിഷയങ്ങൾ അതുല്യമായ 3 ഘട്ടങ്ങളാണ്. അതിൽ പിതാവിന് ഒരു നിലക്കും പങ്ക് വഹിക്കാൻ കഴിയാത്തതാണ്. മറ്റു വിഷയങ്ങളിൽ ഒരുപക്ഷെ ഉപ്പാക്ക് കൂടി പങ്കുവഹിക്കാൻ പറ്റും. എന്നാൽ ഗർഭം ധരിക്കുന്ന വിഷയത്തിലോ പ്രസവിക്കുന്ന വിഷയത്തിലോ മുലയൂട്ടുന്ന വിഷയത്തിലോ ഉപ്പാക്ക് ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല ഇതിന് അങ്ങേയറ്റം ക്ഷമയും സഹനവും ത്യാഗവും എല്ലാം ആവശ്യമുള്ളതാണ്. ഗർഭം ധരിക്കലും അതിൻ്റെ ഒരു 9 മാസം അത് കൊണ്ടു നടക്കലും പിന്നീട് പ്രസവവേദന എന്ന് പറയുന്നതും പിന്നീട് മുലയൂട്ടി ഒരു കുട്ടിയെ വലുതാക്കിയെടുക്കുന്നതൊക്കെ അത് ഉമ്മാക്ക് മാത്രം കഴിയുന്നതും ഉപ്പാക്ക് അതിൽ ഭാഗവാക്കാവാൻ ഒരു നിലക്കും സാധിക്കാത്തതുമായൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ 3 ഘട്ടങ്ങളെ പരിഗണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുക്ക സുമ്മ ഉമ്മുക്ക സുമ്മ ഉമ്മുക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഉപ്പയെ പറഞ്ഞു,
അതിനുശേഷം വേറെ ചില റിവായത്തുകളിൽ പിന്നീട് ഏറ്റവും അടുത്ത സഹോദരികളെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം, ഉപ്പ അവഗണിക്കപ്പെടണം, അതല്ലെങ്കിൽ ഉപ്പാക്ക് 4ാമത്തെ പരിഗണന കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഉമ്മാക്ക് തന്നെ എന്ന അർത്ഥത്തിലല്ല. മറിച്ച് ഉമ്മ എന്ന് പറയുന്നത്, ഉമ്മയുടെ ഈ ത്യാഗം, അതെല്ലാം മക്കൾ പല കാരണങ്ങൾ ഉലമാക്കൾ പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ പ്രധാനപ്പെട്ട 3 ഘട്ടം മക്കൾ മറന്നുപോകുന്ന കാലഘട്ടമാണ്. അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിലിരുന്നത് കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവില്ല, പ്രസവിച്ച വിഷയം കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവില്ല, മുലയൂട്ടിയ പ്രായവും വലുതായാൽ നമ്മളോട് മറന്നുപോകും. അപ്പോൾ ഉമ്മ വഹിച്ച ഈ പ്രധാനപ്പെട്ട അതുല്യമായ 3 ത്യാഗങ്ങൾ അത് മക്കൾ മറന്നു പോവാതിരിക്കുവാനും ഉമ്മയെ പരിഗണിക്കാത്ത ഒരവസ്ഥ ഇല്ലാതിരിക്കുവാനും വേണ്ടിയാണത്. ഈ 3 ഘട്ടങ്ങൾ അവർ ഓർക്കണം. മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇന്നും ഈ വിഷയത്തിൽ പഠനം നടത്തുന്ന പല ആളുകളും കുട്ടികൾക്ക് ഉമ്മയെ ഇഷ്ടമില്ല, ഉപ്പയെയാണ് ഇഷ്ടം. എന്തുകൊണ്ട് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പല കുട്ടികളും നൽകിയ മറുപടി, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിത്തരുന്നത് ഉപ്പയാണ്. കാരണം കുട്ടികൾക്ക് ഓർമ്മ വെക്കുന്ന ഒരു പ്രായമാകുമ്പോൾ അവർ കാണുന്നത് അവർക്കാവശ്യമായ വസ്ത്രം, ടോയ്സ്, അതേപോലെ തന്നെ പുസ്തകങ്ങൾ, അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഉപ്പ കൊണ്ടുവന്നു കൊടുക്കുന്നു. അപ്പോൾ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് തങ്ങൾക്കാവശ്യമായ കാര്യങ്ങളുമായി വരുന്ന ഉപ്പയെ, അവർക്കാവശ്യമായ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി പണം കൊടുക്കുന്ന ഉപ്പയെ അവർ സ്നേഹിക്കുകയും എന്നാൽ ഉമ്മയെ അവർ അവഗണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. കാരണം ഉമ്മയുടെ ത്യാഗം നിറഞ്ഞ കാലഘട്ടം വലുതാകുമ്പോഴേക്ക് മക്കൾ കാണുന്നില്ല, അവരോട് മറന്നു പോവുകയാണ്. അവർക്കിഷ്ടമുള്ളത് നൽകുന്നത് ഉപ്പയാണ്. ഈ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാതിരിക്കുവാനും ഉമ്മയുടെ ത്യാഗം ഒരിക്കലും മറന്നു പോകരുത്. ഗർഭകാലഘട്ടവും പ്രസവിച്ചതും മുലയൂട്ടിയതും ഒരിക്കലും മക്കൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഗൗരവത്തോടുകൂടി ആ വിഷയത്തിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ് എന്നാണ്. കാരണം പലപ്പോഴും കുട്ടികൾ മോശമായി പെരുമാറുന്നത് ഉമ്മയോടാണ്. കാരണം ഉമ്മ എന്ന് പറയുമ്പോൾ പൊതുവെ സ്ത്രീ എന്നുള്ള നിലക്ക് പുരുഷനേക്കാൾ അവർക്കുള്ള ദുർബലത. അതേപോലെ തന്നെ ഉമ്മ കാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ നിറകുടമാണ്. അവർ മക്കളെ അങ്ങനെയൊന്നും അടിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഉമ്മയുടെ ആ ദുർബലത പരിഗണിച്ച് പലപ്പോഴും കുട്ടികൾ കയറക്കുന്നതും മോശമായി സംസാരിക്കുന്നതുമൊക്കെ ഉമ്മയോടാണ്. എന്നാൽ ഉപ്പയോട് അവർക്കത് കഴിയില്ല. കാരണം ഉപ്പ പുരുഷനാണ്, കരുത്തനാണ്, അവരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉപ്പാക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ദേഷ്യമെല്ലാം തീർക്കുന്നത് പലപ്പോഴും ഉമ്മയോടായിരിക്കും. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയോട് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം. ഒരു സ്ത്രീ എന്നുള്ള നിലക്കും, നിങ്ങളെ പ്രസവിച്ച, നിങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചവർ എന്നുള്ള നിലക്കും നിങ്ങൾ ഒരിക്കലും ആ ഒരു സോഫ്റ്റ് കോർണർ പരിഗണിച്ച് ഉമ്മയെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ചീത്ത പറയരുത് എന്ന ഒരു സന്ദേശവും അതിലുണ്ട്. ഇങ്ങനെ ഉമ്മ ഒരിക്കലും ഉമ്മയുടെ ദുർബലത പരിഗണിക്കപ്പെട്ടുകൊണ്ട് അവർ വഴക്ക് പറയപ്പെടുന്ന, അവർ അവഗണിക്കപ്പെടുന്ന, അവരെ മക്കൾ ചീത്ത പറയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുവാനും അവരുടെ ത്യാഗങ്ങൾ മക്കൾ മറന്നു പോവാതിരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കാര്യം ആവർത്തിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ ഒരല്പം വാർദ്ധക്യത്തിലെത്തിയാൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾ മറ്റുള്ളവരുടെ സംരക്ഷണവും കരുതലും ആവശ്യമുള്ളവരാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ചെയ്യും. പിതാവ് കരുത്തനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചെയ്തേക്കാം. എന്നാൽ പരിഗണന പിതാവിനേക്കാൾ ആഗ്രഹിക്കുന്നത് ഉമ്മമാരാണ് മക്കളിൽ നിന്ന്. അവരുടെ സ്നേഹവും സാന്നിധ്യവും വാത്സല്യവും, എന്നോടുള്ള സ്നേഹം മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയെല്ലാം ഉമ്മാക്കാണ് ഉപ്പയേക്കാൾ കൂടുതലുണ്ടാവുക. ഉപ്പ ഒരുപക്ഷെ അത് പ്രകടിപ്പിക്കാതിരുന്നേക്കാം. അതല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കരുത്തുള്ള ഒരവസ്ഥയിൽ മക്കളെ അങ്ങനെ അധികം ആശ്രയിക്കുന്നത് ഉപ്പമാർക്ക് ഇഷ്ടമില്ല. എന്നാൽ ഉമ്മമാർ നേരെ തിരിച്ചാണ്. അവർക്ക് മക്കളുടെ പരിഗണനയും സ്നേഹവുമൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. പിതാക്കന്മാർക്കത് വേണ്ട എന്നല്ല, പക്ഷേ പലപ്പോഴും അവരത് പ്രകടിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം, അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഒരു കാരണവശാലും അവർ അവഗണിക്കപ്പെടരുത് എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്ത് നമ്മളുടെ പരിഗണന, നമ്മുടെ സ്നേഹം, നമ്മുടെ നല്ല വാക്കുകൾ, നമ്മുടെ തണലുകളെല്ലാം ഉമ്മാക്കും ഉപ്പാക്കും ഒരുപോലെ ലഭിക്കേണ്ടതാണ്.
നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പിതാവിനെ എവിടെയും മാറ്റി പറഞ്ഞതായി നമുക്ക് കാണുക സാധ്യമല്ല. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി എന്നാണ് സൂറത്തു ലുഖ്മാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കുവാൻ അല്ലാഹു വസിയ്യത്ത് നൽകിയിരിക്കുന്നു. അവിടെ ഉമ്മയെയും ഉപ്പയെയും പറഞ്ഞു, മാറ്റി പറഞ്ഞിട്ടില്ല, പിതാവിനെ മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവർ രണ്ടു പേരോടും നല്ല നിലക്ക് വർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഉപ്പയെ അവഗണിച്ച് ഉമ്മയെ മാത്രം പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. വസാഹിബുഹുമാ, ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേരോടും എന്നാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ കാണാം, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു ഖദാ ആക്കിയിരിക്കുന്നു, ഉമ്മയോടും ഉപ്പയോടും നല്ല നിലക്ക് വർത്തിക്കണം. ഉപ്പയെ മാറ്റി നിർത്തിയിട്ടില്ല. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ ഒരാളോ ഇനി അല്ലെങ്കിൽ രണ്ടാളും നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ, അവിടെ ഉപ്പയെ മാറ്റി നിർത്തിയിട്ടില്ല. ഉമ്മയും ഉപ്പയും രണ്ടാളെയും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവർ രണ്ടു പേരോടും നിങ്ങൾ മോശമായി സംസാരിക്കരുത്. അപ്പോൾ ഉമ്മയെ പരിഗണിക്കാതെ ഉമ്മയോട് മോശമായി സംസാരിച്ച് പിതാവിനോട് നല്ല നിലക്ക് വർത്തിക്കുക, അല്ലെങ്കിൽ പിതാവിനെ അവഗണിച്ച് പിതാവിനോട് മോശമായി സംസാരിച്ച് ഇടപെട്ട് ഉമ്മയോട് നല്ല നിലക്ക് വർത്തിക്കുക, ആ ഒരു വിവേചനം അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നില്ല. മറിച്ച് രണ്ടു പേരോടും ഉമ്മയോടും ഉപ്പയോടും മോശമായി മക്കൾ സംസാരിക്കരുത്. പല വീടുകളിലും ചിലർ ഉമ്മയുടെ ഭാഗം ചേരുന്ന മക്കൾ, എന്നിട്ട് പിതാവിനെ അവഗണിക്കുന്നു, പിതാവിനെ ചീത്ത വിളിക്കുന്നു, പല നിലക്കും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരുണ്ട്. വേറെ ചില വീടുകളിൽ ഉപ്പയുടെ സൈഡിലേക്ക് മക്കൾ മാറിയിട്ട് ഉമ്മയെ അവഗണിക്കുന്നു, ഉമ്മയെ ചീത്ത വിളിക്കുന്നു. രണ്ടും പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ. മറിച്ച് ഉമ്മയോടും ഉപ്പയോടും ആരോടും മോശമായി പറയരുത് എന്നാണ്. വലാ തൻഹറുഹുമ, അവിടെ നോക്കൂ നിങ്ങൾ, വലാ തൻഹറുഹുമ, അവർ രണ്ടുപേരെയും നിങ്ങൾ കൈയൊഴിയാൻ പാടില്ല, രണ്ടുപേരെയും അവഗണിക്കരുത്, രണ്ടു കൂട്ടരെയും പരിഗണിക്കണം. വഖുല്ലഹുമ ഖൗലൻ കരീമ, നോക്കൂ, ലഹുമ, അവർ രണ്ടു പേരോടും മാന്യമായി സംസാരിക്കണം എന്നാണ്. ഒരാളെ മാത്രം പറഞ്ഞിട്ടില്ല. വഖ്ഫിദു ലഹുമ, അവർക്ക് രണ്ടുപേർക്കും നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. ജനാഹദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ, അത് രണ്ടാൾക്കും താഴ്ത്തി കൊടുക്കാനാണ് പറഞ്ഞത്, ഉമ്മാക്ക് മാത്രമല്ല ഉപ്പാക്കും. വഖുർ റബ്ബി റഹംഹുമ, എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോഴോ ഇർഹംഹുമ, പടച്ച റബ്ബെ രണ്ടാളോടും നീ കാരുണ്യം കാണിക്കണേ. കമാ റബ്ബയാനി സഗീറ, അവർ രണ്ടുപേരും ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ. അവിടെ ഉമ്മാക്കും പങ്കുണ്ട്, ഉപ്പാക്കും പങ്കുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങളെ പോറ്റി വളർത്തുന്നതിൽ തുല്യത വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബെ രണ്ടുപേരോടും കാരുണ്യം കാണിക്കണമേ. ദുആയിൽ പോലും വിവേചനമില്ല. രണ്ടുപേർക്കും വേണ്ടി മഗ്ഫിറത്തിന് മർഹമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർ രണ്ടുപേരും അതിൽ തുല്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യജ്സി വലദുൻ വാലിദഹു, ഒരു മകനും തൻ്റെ പിതാവിന് പ്രത്യുപകാരം ചെയ്യുന്നില്ല എപ്പോഴല്ലാതെ ഇല്ല അൻ യജിദഹു മംലൂകൻ ഫയശ്തരിയഹു ഫയുഅ്തിഖഹു, തൻ്റെ ഉപ്പയെ ആരോ അടിമയാക്കി പിടിച്ചതായി കണ്ടു, തടവുകാരനാണ്, അടിമയാണ്, എന്നിട്ട് വമ്പിച്ച ഒരു വില കൊടുത്ത് ഉപ്പയെ മോചിപ്പിക്കുന്നത് വരെ. എന്താണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോയിന്റ്? ഉപ്പയെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഉപ്പയെ നിങ്ങൾ സംരക്ഷിക്കണമെന്നാണ്. കാരണം അവിടെ ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരാൾ അടിമയായി കഴിഞ്ഞാൽ അയാൾക്ക് ശരിയായൊരു ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല, അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കണം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ശരിയായ ജീവിതം നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങൾ കൊടുക്കുക എന്ന അർത്ഥമാണ്. കാരണം ഫമൻ ആതഖ അബാഹു ഫകഅന്നഹു അഹ്യാ, ഉപ്പയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് ജീവിതം നൽകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ഫകമാ അന്നൽ അബ കാന സബബൻ ലിവുജൂദി ബിനിഹി, തൻ്റെ മകൻ ഉണ്ടാവാനുള്ള കാരണം ഉപ്പയാണ്. കദാലിക സാറൽ ഇബ്നു ബിഇഅതാഖിഹി സബബൻ ലിഹയാതിഹി, അപ്പോൾ മകൻ പിതാവിനെ മോചിപ്പിക്കുകയാണെങ്കിൽ പിതാവിൻ്റെ ജീവിതത്തിന് മകൻ കാരണക്കാരനായി തീരുന്നു. ഉപ്പ മകൻ്റെ ജീവിതത്തിന് കാരണക്കാരനായി തീർന്നതുപോലെ ഫസാറ കഅന്നഹു ഫഅല മഅ അബീഹി മിസ്ല മാ ഫഅല മഅഹു അബൂ, അപ്പോൾ പിതാവ് തന്നെ ചെറുപ്പത്തിൽ തനിക്ക് ജീവൻ നൽകിയതുപോലെ പിതാവിന് വാർദ്ധക്യമെത്തുമ്പോൾ പിതാവിനും ഹയാത്ത് നൽകുക, ജീവിതം നൽകുക, പിതാവിനെ സംരക്ഷിക്കുക. ഫതസാവയ, അപ്പോൾ അവർ രണ്ടുപേരും തുല്യരായി തീരുന്നു. വല്ലാഹു തആല ആലം, അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ആ നിലക്ക് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചെറിയ പ്രായത്തിൽ പിതാവ് ഒരു അടിമയെപ്പോലെ നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, ചോര നീരാക്കിയിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട്.
എല്ലാം പിതാവിൻ്റെ ത്യാഗങ്ങളാണ്. ഒരടിമയെപ്പോലെ പിതാവ് പണിയെടുത്തിട്ടുണ്ട്. അതിനാൽ വാർദ്ധക്യത്തിൽ ആ പിതാവിനെ സംരക്ഷിക്കുക, ആ പിതാവിന് എല്ലാ നിലക്കും ആശ്വാസം നൽകുക, ഭക്ഷണം നൽകുക, മരുന്ന് നൽകുക, വസ്ത്രം നൽകുക, കാരുണ്യത്തിൻ്റെ വാക്കുകൾ പറയുക, ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നതാണ്, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. അപ്പോഴാണ് ഒരു മകൻ പിതാവിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് എന്നാണ്. അപ്പോൾ അവിടങ്ങളിലൊന്നും തന്നെ നമുക്ക് എവിടെയും വിവേചനം കാണുക സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പയെ അവഗണിച്ച് ഉമ്മയെ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഉമ്മയെ നമുക്ക് നൽകിയത് പോലും ആ ഉപ്പയല്ലേ. ആ ഉപ്പ ആ ഉമ്മയെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, അങ്ങനെയല്ലേ നമ്മളുണ്ടായത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നമുക്ക് നൽകിയത് യഥാർത്ഥത്തിൽ ആ ഉപ്പയാണ്. ആ ഉമ്മയെ പോറ്റി വളർത്തിയതും ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തതും ആ ഉപ്പയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ വളർന്നത് ഉപ്പ കൊണ്ടുവന്ന ഭക്ഷണം ആ ഉമ്മ കഴിച്ചപ്പോഴാണ്. അതിനുശേഷം നമുക്കാവശ്യമായ വീട്, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം എല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ഉപ്പയാണ്. ഉപ്പയുടെ വിയർപ്പും ദാഹവും അദ്ദേഹത്തിൻ്റെ രക്തവും ത്യാഗങ്ങളും ഓരോ മക്കളുടെയും ശരീരത്തിലെ ഓരോ കോശങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവിനെ അവഗണിച്ചുകൊണ്ട് മാതാവിനെ മാത്രം നോക്കുക, അല്ലെങ്കിൽ മാതാവിനെ അവഗണിച്ച് പിതാവിനെ നോക്കുക, ഇത് രണ്ടും നമ്മുടെ മതം പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഓരോന്നും പറഞ്ഞത് അതിൻ്റേതായ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതിനാ നിലക്ക് ഉൾക്കൊള്ളാൻ മക്കൾ തയ്യാറാവണം. പരിശുദ്ധ ഖുർആനിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഉമ്മയെയും ഉപ്പയെയും ഒരുപോലെ ചേർത്താണ് പറഞ്ഞത്, വേർതിരിച്ചു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും പിതാവിനെ അവഗണിക്കരുത്, മാതാവിനെ അവഗണിക്കരുത്. രണ്ടുപേരെയും തുല്യമായി സംരക്ഷിക്കുകയും കാരുണ്യത്തിൻ്റെ ചിറകുകൾ രണ്ടുപേർക്കും താഴ്ത്തി കൊടുക്കുകയും വളരെ ആത്മാർത്ഥമായി രണ്ടുപേർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മക്കൾ അത് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.